ഹായ്, നമസ്കാരം. ഗണേഷ് സ്പീക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ ഇൻസ്റ്റയിലും ഒക്കെ ആയിട്ട് ഒക്കെ കാണുന്നുണ്ടായിരിക്കും. ഇപ്പം നമ്മുടെ ദുബായിൽ നല്ല മഴക്കോളിൻ്റെ സമയമാണ്. നല്ല കാറ്റും എല്ലായിടത്തുമൊക്കെ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇന്ന് ലീവാണ്. പകരം നമുക്ക് സൺഡേ വർക്കിംഗ് ഡേ വെച്ചിട്ടുണ്ട്. എന്താറിയില്ല. അപ്പം എല്ലായിടത്തും നല്ല മഴയുടെ സിറ്റുവേഷനൊക്കെയാണ്. അതിൻ്റെ കൂടെ പനി അടിച്ച് ക്ലൈമറ്റിൻ്റെ ആയിരിക്കും. അപ്പം ചിലർക്കൊക്കെ ഇഷ്ടമാണ്, ചിലർക്ക് യാത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ചിലർക്ക് മഴ വരുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. എങ്ങനെയായാലും ഒക്കെ കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് വെയിൽ കാണുന്നുണ്ട്, പക്ഷേ അത്ര പോവുകയാണ്. കാറ്റിൻ്റെ കൂടെ നല്ല മണൽക്കാറ്റും കൂടെ അടിക്കുന്നത് അറിയാമായിരിക്കുമല്ലോ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ട, ഇവിടുത്തെ ആൾക്കാരുടെ ജീവിതചര്യങ്ങൾ നമുക്ക് കൂടുതൽ പറയണ്ടല്ലോ. അപ്പോൾ എന്താ പറയണ്ടേ, പനിയും കൂടെ ആയതുകൊണ്ട് ഈ ക്ലൈമറ്റ് ഇങ്ങനെ ആയതുകൊണ്ട് അതിൻ്റെ കൂടെ പനിയും കൂടെ അടിച്ചുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ബബ്ബ റിലീസായില്ലേ, കാണുന്നതൊക്കെ ഉണ്ടായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. അടുത്ത ജനനായകൻ വരുന്നുണ്ട്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നല്ലോ. ഓക്കെ, ബബ്ബ നല്ല പ്രതികരണമാണല്ലോ കേൾക്കുന്നത്. ലാലേട്ടനും ദിലീപേട്ടനും നടക്കുന്ന തൂക്കി അടിച്ചു. പിന്നെ നമ്മുടെ വിജയണ്ണൻ്റെ ഒരു തൂക്കിയടി, ചെറിയൊരു ഡയലോഗൊക്കെ തന്നെ ആയാലും നല്ല അടിപൊളിയായിട്ടോടൊന്ന് കേട്ടു. പിന്നെ ചിലരുടെയൊക്കെ റിവ്യൂസ് ഞാൻ കണ്ടിരുന്നു, കീറി മുറിക്കുന്ന രീതിയിൽ. എന്തിനാണ് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? കാരണം ഓൾറെഡി അത് സിനിമയുടെ അണിയറ പ്രവർത്തകരായാലും ലാലേട്ടൻ വരെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു ഒരു മാഡ്നസ് സിനിമയാണ്, അതിനെ അതിൻ്റെ രീതിയിൽ നിങ്ങൾ കാണാൻ ശ്രമിക്കുക എന്നൊക്കെ. അവർ പോലും, ലാലേട്ടൻ പോലും, എന്തിനും ചെറിയൊരു ക്യാമറ റോളിൽ വന്ന ലാലേട്ടൻ പോലും പറഞ്ഞിട്ടില്ലേ അതൊരു ആ സിനിമ അങ്ങനെ കാണേണ്ട ഒരു പടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ലോജിക്കില്ലാതെ നമ്മൾ വെറുതെ ഫ്രീ ആയിട്ടൊരു എൻ്റർടൈൻമെൻറ്റായിട്ട് കാണുന്ന രീതിയിലൊരു ഫോക്കസോടെ പോകാമെന്നെങ്കിൽ സുഖമായിട്ട് തിരിച്ചിറങ്ങി വരാം. പിന്നെ എപ്പോഴും കാണും ഓരോരുത്തർ മറ്റേ ഇതുപോലെ ചാനലിൽ തുറന്നു വെച്ചിട്ട് എന്തെങ്കിലും പറയണ്ടേ, കീറി പിടിക്കുന്നതായിട്ടുള്ള എന്തെങ്കിലും പറയണ്ടേ, പോകാൻ പറ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നല്ല തണുത്ത കാലാവസ്ഥയാണ്. മാർച്ചൊക്കെ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഉൾട്ടടിച്ച് നേരെ ചൂടിലേക്ക് വരും. അപ്പോൾ ഓക്കെ, വേറെ വിശേഷങ്ങളൊന്നുമില്ല പറയാം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്ന നാട്ടിലെല്ലാവർക്കും. ദുബായ് ഇപ്പോൾ തണുത്ത് ഇറങ്ങിച്ചിരിക്കുകയാണ്. ഓക്കെ.